ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പിയാണ്. ഇതിനു വേണ്ടി ഇത്രയും സാധനങ്ങൾ വേണം. ഒരു അരമുറി സവാള, 2 പച്ചമുളക്, 6 ചെറിയുള്ളി, 6 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇവയെല്ലാം ഒന്ന് ചെറുതായി അരിഞ്ഞെടുക്കണം. ഇനി ചട്ടിയിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് 1 സ്പൂൺ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് സവാള, ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാം. അതിനുശേഷം സവാള, ചെറിയുള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായി വഴണ്ടി വരുന്നത് വരെ ഒന്ന് ഇളക്കാം. സവാളയുടെയും പച്ചമുളകിൻ്റെയും എല്ലാം പച്ചമണം മാറുമ്പോൾ ഇതിലേക്ക് ഒരു പിടി കറിവേപ്പില ചേർക്കാം. ഗുണത്തിനും മണത്തിനും കറിവേപ്പില നല്ലതാണ്. കറിവേപ്പില കൂടി ചേർത്തതിന് ശേഷം നന്നായി പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കണം. വെളിച്ചെണ്ണ ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മസാലകൾ ചേർക്കാം. ഈ സ്പൂൺ കൊണ്ട് തന്നെ 1.5 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം, 1 സ്പൂൺ ചിക്കൻ മസാല, ഒരു 1/2 സ്പൂൺ മുളക് പൊടി. ചെറിയ സ്പൂണാണ്, ഇതുകൊണ്ട് അര വേണമെന്നില്ല, 1/4 സ്പൂൺ മുളക് പൊടി ആയാലും മതി. തലേദിവസം കുതിർത്തി വെച്ച ഗ്രീൻ പീസിലേക്ക് 1/2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ആണ്. കുക്കറിൽ തന്നെ രാവിലെ വേവിച്ച ഗ്രീൻ പീസാണ്. അപ്പോൾ ഇതിൽ മുളക് പൊടി ആവശ്യത്തിനുണ്ട്, പച്ചമുളകുമുണ്ട്. അപ്പോൾ എരിവ് കൂടും, അതുകൊണ്ട് 1/4 സ്പൂൺ മുളക് പൊടി തന്നെ മതിയാകും. ഇനി ഇതിലേക്ക് ഇവ ചേർത്ത് നന്നായി ഒന്ന് 2 മിനിറ്റ് തിളപ്പിക്കണം. ഗ്രീൻ പീസ് കറിയുടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായാൽ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ഫ്രണ്ട്സ്.